സംസ്ഥാനത്തെ AI ക്യാമറ പ്രവർത്തനം നിലച്ചു. പണം നൽകാത്തത് കാരണം ഇന്റർനെറ്റ് ദാതാക്കൾ സേവനം നിർത്തിവെച്ചു. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങൾ കൺട്രോൾ റൂമിൽ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഈ AI ക്യാമറകൾ അത് എല്ലായിടങ്ങളിലും കൊണ്ടുവന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ പണം നൽകാത്തത്? എന്താണ് അതിന്റെ വിശദീകരണമായി നമുക്കറിയാൻ കഴിയുന്നത്? പ്രജനി, സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകളുടെ പ്രവർത്തനം ഇന്റർനെറ്റ് സേവനം നിലച്ചതിനെ തുടർന്ന് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ചുമതലയുള്ള കെൽട്രോൺ ഇന്റർനെറ്റ് സേവനദാതാക്കളായ ജിയോയ്ക്ക് വലിയ തുക കുടിശ്ശിക വരുത്തിയതാണ് സേവനം നിർത്തിവെക്കാൻ കാരണമായത്. സർക്കാരിൽ നിന്ന് കെൽട്രോണിന് ലഭിക്കാനുള്ള 90 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക വൈകുന്നതാണ് ഇന്റർനെറ്റ് കമ്പനിക്കുള്ള പണം നൽകുന്നതിന് തടസ്സമായത്. ഇത് പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കെൽട്രോൺ പെടുത്തുകയും ചെയ്താണ്. ഈ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമുകളിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടായി. ഇതിനാൽ തന്നെ AI ക്യാമറ ദൃശ്യങ്ങളിലുള്ള പുതിയ നിയമലംഘനങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി പിഴ ചുമത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു സംസ്ഥാനത്തെ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്ന് തന്നെ വലിയ തരത്തിൽ വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി AI ക്യാമറകളിൽ നിയമലംഘനങ്ങൾ പതിയില്ല. ഇനി അങ്ങോട്ടേക്കുള്ള നീക്കം അത് സർക്കാർ പണം കൊടുത്ത് കെൽട്രോൺ അത് ജിയോയ്ക്ക് കൊടുത്ത ശേഷം മാത്രമായിരിക്കും ഉറപ്പിക്കാൻ കഴിയുക. പ്രജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.